നമസ്കാരം. ഹൈടെക് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കക്ക റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ കക്ക പുഴുങ്ങി അതിന്റെ ഇറച്ചിയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു, ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പൊ ആ വീഡിയോക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് കക്ക, പുഴന്ന് വാരിയെടുത്ത കക്ക. നന്നായിട്ടൊന്ന് കഴുകി പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയില്ലേ ഇതിന്റെ ചെറിയ വെള്ളം വായിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകി കഷ്ടണോ. ഈ ചെറിയതിൽ പോലും നമ്മുടെ പ്രോട്ടീൻ ഉണ്ട് നന്നായിട്ട്. അതൊന്ന് കഴിക്കാം ഒന്ന് പോവാണ്ട്. നമ്മുടെ കക്കനെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിന്റെ ചെറിയൊക്കെ കളഞ്ഞ് പെടയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുഴുങ്ങാൻ ഇടാം. ഓ, ഇത് പുഴുങ്ങാൻ വേണ്ടി വെള്ളമൊന്നും വേണ്ട. അതാണ് ഇതിന് വേറെ പ്രത്യേകത. പുഴുങ്ങാൻ ഒരു തുള്ളി പോലും വെള്ളം വേണ്ട. നമ്മൾ സാധാരണ എല്ലാം പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെക്കും, എന്നാൽ ഇതിന് വെള്ളമൊന്നും വേണ്ട. നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള കക്കർച്ചി തന്ന് ഹെൽപ്പ് ചെയ്തത് റംലത്തയാണ്. റംലത്തയ്ക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ വക ഒരു ബിഗ് താങ്ക്സ്. റംലത്ത അമ്മയുടെ ഫ്രണ്ടും കൂടെയാണ്. റംലത്തേനെ പറ്റി പറയാൻ കുറേ ഉണ്ട്, നമുക്കതൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ കക്ക റെഡിയാണെന്ന് തോന്നുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ആ, കക്ക റെഡി ആയിട്ടുണ്ട്, നോക്കിക്കോ. ഞാൻ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട പൊളിഞ്ഞൊന്നണ്ട. നമുക്കൊരു തേങ്ങ ചെയ്യേണ്ടത് ഇതിൽ തന്നെ പൊളിച്ചെടുക്കണ്ട. നമുക്ക് ഇനി ഇതിട്ട് വാരിയിടാം. പച്ച ഇറക്കിലാണ് ഈ കക്കറച്ചി കുത്തിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മെല്ലെ ഈ പ്ലേറ്റിക്ക് കുത്തിയെടുക്കാം. നമ്മൾ കക്കറച്ചി വാങ്ങണില്ലേ, കുറെ കക്കറച്ചി വാങ്ങണം, എന്നാലാണ് നമുക്ക് കറി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും കിട്ടുള്ളൂ കക്കറച്ചി. ഇത് ഈ ചെറിയ സാധനമാണ്, എത്ര പ്രോട്ടീനാണ് അറിയോ ഈ ചെറിയ കക്കയില്. ഇത് നന്നാക്കി നല്ല രസാട്ടാ. കൊത്തി ഒറ്റടി ഇന്നും കൊത്തിയിട്ട് ഒറ്റ കുത്തടി. ഇത്ര കക്ക പൊടിച്ചിട്ട് നമുക്ക് ഇത്ര ഇറച്ചി കിട്ടിയുള്ളൂ. നമ്മൾ നാളെ ഇത് റോസ്റ്റ് ചെയ്യും. നമുക്ക് തൽക്കാലമായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ കുറെ സമയം പോകുന്നതുകൊണ്ടാണ് ഇന്നലെ തന്നെ കക്കറച്ചി ഇങ്ങനെ പുഴുങ്ങി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പൊ നമുക്ക് എന്താ ഐശ്വര്യമായിട്ട് അടുപ്പ് വെച്ച് തുടങ്ങിയാലോ. നമ്മളിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റാ പോകും. നമുക്കപ്പോൾ സബോള ഇടാം. അപ്പം നമ്മുടെ സബോളയുടെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തുണ്ട്. അപ്പൊ നമുക്ക് നല്ല കറിവേപ്പിലിടാം. ചുമന്ന തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്കിടാം. നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കയ്യെടുത്തൊന്ന് മസാലകളാണ് ചേർക്കാൻ പോകുന്നത്. ഏതൊക്കെ മസാല നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പം നമുക്ക് ടീസ്പൂണായിട്ട് ഇടാം. മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്, ലേശം മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി 2 ടീസ്പൂണാണ്. ഇനി മല്ലിപ്പൊടി അതും 2 ടീസ്പൂൺ. പിന്നെ ഗരം മസാല ഇതൊരു ടീസ്പൂൺ.
അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണം. നമുക്ക് ലേശം തേങ്ങ കൊത്തിടാം. നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കാം. നമ്മുടെ മെയിൻ താരം കക്കർച്ചിനെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഫുഡുകൾ കുക്ക് ചെയ്യണ പോലെ അല്ല ഈ സീ ഫുഡ് ഓവറായിട്ട് കുക്ക് ചെയ്ത റബ്ബർ പോലെ ഉണ്ടാവും. നമ്മുടെ കക്ക അങ്ങനെ ഏകദേശം റോസ്റ്റ് പരിവാറായി. നമുക്ക് കുരുമുളക് പൊടി ഇടാം. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയി ഗൈസ്. അപ്പൊ നമുക്കൊരു പ്ലേറ്റിക്ക് ഇങ്ങനെ മാറ്റാം. അങ്ങനെ നമ്മുടെ കക്കറച്ചി റെഡി ആയി ഗൈസ്. അപ്പൊ നമ്മളെ വീടിന്റെ അവിടുത്തെ കുറച്ച് പിള്ളേരുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഈ കക്കർച്ചി. അപ്പൊ എല്ലാരും ഈ കക്കർച്ചി വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, ബൈ.